Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 80-81 സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫാഹിഷ أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. വ ലൂത്തൻ, ലൂത്ത് അലൈഹിസ്സലാമിയെയും നാം നിയോഗിച്ചു. ലൂത്ത് അലൈഹിസ്സലാമിയെയും നാം നിയോഗിച്ചു. ഇത് ഖാല ലി ഖൗമിഹി, എന്നിട്ട് അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അതഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ മ്ലേച്ഛ വൃത്തിയെ സമീപിക്കുകയോ. മാ സബഖക്കും ബിഹ, ആ വിഷയത്തിൽ നിങ്ങളെ മുൻകടന്നിട്ടില്ല. മിൻ അഹദിൻ, ഒരാളും. മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മ്ലേച്ഛ വൃത്തിയിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നക്കും, നിങ്ങൾ, തീർച്ചയായും നിങ്ങൾ ലതഅ്തൂന റിജാല, ആണുങ്ങളെ സമീപിക്കുകയാണ്. ശഹ്വത്തൻ, ഇച്ഛാപൂരണത്തിന്. മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട്. ബൽ, എന്ന് മാത്രവുമല്ല, അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട, പരിധി വിട്ട ജനങ്ങളാകുന്നു. ആശയം വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഏകദേശം 4000 വർഷം മുമ്പ് നടന്ന സദൂം ഗോത്രം, അവരുടെ ഏറ്റവും ദുഷിച്ച തിന്മ, അവരിൽ ശിർക്കുണ്ടായിരുന്നു. സമ്പന്നരായതുകൊണ്ട് സമ്പന്നതയുടെ അതിരുവിടലുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം മനുഷ്യന് പറയാൻ അറക്കുന്ന, വെറുക്കുന്ന സ്വവർഗരതി അതുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരുടെ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ തിന്മക്കെതിരെയും ശബ്ദിക്കും. അതവരുടെ ദഅവത്തിൻ്റെ തന്നെ ഭാഗമാണ്. സൂറത്തു നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അതിന് 2 വശമാണ്. ഒന്ന് ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഒതുങ്ങി ജീവിക്കുക, ആരാധിച്ച് അവന് വഴങ്ങി ജീവിക്കുക. മറ്റൊന്ന് വജ്തനിബുത് ത്വാഗൂത്ത്, പൈശാചികമായ ദുശ്ചെയ്തികൾ മുഴുവനും ഉപേക്ഷിക്കുക. ഇത് രണ്ടും പ്രവാചകന്മാരുടെ ദഅവയുടെ ഭാഗമാണ്. സ്വാഭാവികമായും പ്രവാചകന്മാരെ സ്വീകരിക്കുന്ന നമ്മുടെയും ദഅവത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനെ ആരാധിച്ചും അവനെ അംഗീകരിച്ചും അവനനുസരിച്ചും അവനെ വഴങ്ങിയും വണങ്ങിയും ഒതുങ്ങിയും ഒക്കെ ജീവിക്കുക. അതാണ് ഇബാദത്തുള്ള. 2ാമത്തെ ഭാഗം സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുക, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുക. അത് എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള പ്രവാചകന്മാരുടെ ദൗത്യമാണ്. അവരോട് ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ സംഘടനകളുടെയും നമ്മുടെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമയെ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരപുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ ആദ്യം വിശ്വസിച്ചവരിൽ പെട്ട ആളാണ്. പിന്നെ അദ്ദേഹം ജോർഡാൻ പ്രദേശത്തേക്ക് പോവുകയും അവിടെ സ്വതന്ത്രനായ ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലൂത്തിനെയും നമ്മൾ നിയോഗിച്ചു. ലൂത്തൻ, അത് ഏതിലേക്ക് ചേർത്താൽ പറയാം? വൈലാ സമൂദ അഖാഹും സാലിഹൻ എന്ന് പറഞ്ഞ മാതിരി ലൂത്ത് അലൈഹിസ്സലാമയെയും നമ്മൾ നബിയായി, പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു, ഇത് ഖാല ലി ഖൗമിഹി, തൻ്റെ ജനതയോട് പറഞ്ഞു, അതഅ്തൂനൽ ഫാഹിഷ,
തഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ ഈ മ്ലേച്ഛ വൃത്തിയെ സമീപിക്കുകയാണ്. മനുഷ്യന് പറയാൻ അറുപ്പും വെറുപ്പും ഒക്കെയുള്ള സ്വവർഗരതി പോലെയുള്ള വ്യഭിചാരം പോലെയുള്ള കടുത്ത തിന്മകളെ സൂചിപ്പിക്കാനാണ് ഖുർആൻ ഫാഹിഷ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. തഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ മ്ലേച്ഛ വൃത്തിയോട് അടുക്കുകയാണോ, അല്ലെങ്കിൽ മ്ലേച്ഛ വൃത്തിയിലേക്ക് ചെല്ലുകയാണോ, പോവുകയാണോ. മാ സബഖക്കും ബിഹ, നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ മുൻകടന്നിട്ടില്ല ആ വിഷയത്തിൽ. അപ്പം മുമ്പ് ഒരു മനുഷ്യ വിഭാഗത്തിലും ഉണ്ടായിട്ടില്ലാത്ത ഈ തിന്മ, ഈ കടുത്ത അപരാധം, ഈ ലജ്ജാകരമായ പ്രവർത്തനം, അതിനാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? മാ സബക്ക, സബക്കാറിനെ മുൻകഴിഞ്ഞു പോയിന്ന, സാബിഖ് അസാബിഖൂന സാബിഖൂൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, മുൻകടന്നവർ മുൻകഴിഞ്ഞവർ എന്നൊക്കെയാണ് അതിനർത്ഥം. മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്ത് ആരും മുൻപേ ചെയ്തിട്ടില്ലാത്ത മ്ലേച്ഛ വൃത്തിയാണ്. അള്ളാഹുവിന് കടുത്ത വെറുപ്പുകൾ, അതുകൊണ്ട് അത്തരത്തിലാണ് അവരെ ശിക്ഷിച്ചിട്ടുള്ളതും. ഫുഖഹാക്കൾ ആ തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട വിധമടക്കം ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കടുത്ത തിന്മ, അള്ളാഹു മനുഷ്യൻ്റെ ഇച്ഛാപൂരണത്തിന്, ആഗ്രഹപൂരണത്തിന്, ശാരീരിക ആവശ്യത്തിന് വേണ്ടി അവരിൽ നിന്ന് തന്നെയുള്ള സ്ത്രീകളെ സൃഷ്ടിച്ചു. സ്ത്രീക്ക് പുരുഷനും, പുരുഷനും സ്ത്രീയും. എന്നിട്ട് ഈ സ്വവർഗരതി എന്ന് പറയുന്ന ഇതിനെ അള്ളാഹു ഒരിക്കലും അംഗീകരിക്കുകയോ പൊരുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ലൂത്ത് നബി അലൈഹിസ്സലാമയെ അള്ളാഹു തആല നിയോഗിക്കുകയാണ്. അദ്ദേഹം അവരിൽ ചെന്ന് പറഞ്ഞു, ഇന്നക്കും, ഇത് ലൂത്ത് നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഒരുപാട് സൂറകളിൽ, 14 സൂറകളിൽ പരാമർശമുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ 14 സൂറകളിലും അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതായിരിക്കും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടേക്ക് എത്തുമ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് 2 ആയത്ത് മാത്രം അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നക്കും ലതൗതൂന റിജാല, റജുല് റിജാല നമുക്കറിയാലോ, പുരുഷന്മാർ. ചിലപ്പോൾ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിനും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സാന്ദർഭികമായി പുരുഷന്മാരെ സമീപിക്കുക. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലതൗതൂന, നിങ്ങൾ ചെല്ലുന്നു, നിങ്ങൾ പോകുന്നു, നിങ്ങൾ സമീപിക്കുന്നു. അത്തായത്തിയാണ് വന്നു എന്നാണല്ലോ. അത് റിജാല, പുരുഷന്മാർ. ഷഹ്വത്തൻ, ഷഹ്വത്ത് പറഞ്ഞാൽ ശാരീരികമായ ഇച്ഛയാണ്, വൈകാരികമായ താല്പര്യമാണ്. ഒക്കെ നമുക്കറിയാം, ഞാനത് വിശദീകരിക്കേണ്ടതില്ല. ശാരീരികമായ താല്പര്യത്തെ, ഇച്ഛയെ പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുക. എന്തൊരു മ്ലേച്ഛ വൃത്തിയാണ്. അപ്പോൾ അള്ളാഹ് മിൻ ദൂനി നിസ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്നുള്ളത് അള്ളാഹ് വെച്ച പ്രകൃതം. അള്ളാഹു തആല ഇത്ര കടുത്ത വിധത്തിൽ അവരെ നശിപ്പിച്ച കഥകളൊക്കെ ഇതിൻ്റെ ശേഷം അവർ പറയുന്നുണ്ട്. എന്നിട്ട് ഈ മ്ലേച്ഛ വൃത്തിക്ക് നിയമ സംരക്ഷണം നൽകുകയാണ് നമ്മുടെ രാജ്യം അടക്കമുള്ള ലോകരാജ്യങ്ങൾ. അള്ളാഹുവിൻ്റെ ശാപവും കോപവും വിളിച്ചു വരുത്തുന്ന പ്രവർത്തനമാണ്. നിയമപ്രാബല്യമുണ്ട്. ആണിന് ആണിനെ കല്യാണം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. എന്തൊരു വൃത്തികേടാണ്. അള്ളാഹു വിരോധിച്ച ഒരു തിന്മക്ക് അനുവാദം നൽകുക, അത് അംഗീകരിക്കുക. കടുത്ത അപരാധം, ഒരു പക്ഷേ ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുന്ന വിധത്തിലുള്ള കടുത്ത ദൈവവിരോധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഒന്നുകൂടി വിശദീകരിക്കാം. ഇന്നക്കും ലതൗതൂന റിജാല, നിങ്ങൾ ആണുങ്ങളെ സമീപിക്കുക അല്ലേ. മലക്കുകൾ വന്ന കഥയൊക്കെ നമുക്കറിയാലോ. ഇബ്രാഹിം നബിൻ്റെ അടുക്ക് ആദ്യം മലക്കുകൾ വന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലാണ് ആദ്യം വന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണല്ലോ ലൂത്ത് നബി അലൈഹി സ്വലാം. അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊടുത്ത് കഴിക്കാത്തപ്പോൾ മലക്കുകളാണ്, എന്തേ നിങ്ങൾ കഴിക്കാത്തോ? അല്ല, ഞങ്ങൾ ലൂത്തിൻ്റെ അടുത്തേക്ക് പോകുക, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ മലക്കുകളെപ്പോലും അവർ സമീപിക്കാൻ ഒരുങ്ങ ആളുമില്ല. അപ്പോൾ ഇത്തരം വൈകൃതങ്ങൾ, ഇന്നക്കും ലതൗതൂന റിജാല ഷഹ്വതൻ മിൻ ദൂനി നിസ, ഞാൻ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബൽ അൻതും ഖൗമുൻ, എന്ന് മാത്രമല്ല അൻതും നിങ്ങൾ, ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ മുസ്രിഫുകളായ. മനുഷ്യന് പണം കൂടിയാൽ പിന്നെ ആവശ്യം എന്താ? ഒന്ന് സ്ഥാനവും ഒന്ന് സുഖവും. പണമുണ്ടായാൽ, തനിക്ക് പണമുള്ളത് തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഉണ്ടാവുക. ഒരാളെടുത്ത് അല്ലാഹു തആല പണമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് മാത്രമുള്ളതല്ല, അയാളുടെ ചുറ്റുപാട് പണമില്ലാത്തവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവരുടെ പട്ടിണി മാറ്റേണ്ട ബാധ്യത, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കേണ്ട ബാധ്യത ഇയാൾക്കുണ്ട്. അപ്പോൾ ഇവർക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു തിന്മയാണ്, മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരിലാണത് വ്യാപകമായത്. അപ്പോൾ ആ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അസ്റഫ യുസ്രിഫ, ഇസ്റാഫു ചെയ്യുക, ധൂർത്ത് ചെയ്യുന്ന. അത് സാമ്പത്തികമാകാം,
അതിര് വിടുന്ന, അത് അവരുടെ ഈ മ്ലേച്ഛ വൃത്തികളിലുള്ള, എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്യമായി സഭകളിൽ ജനങ്ങൾ കാണുകെ ഈ അശ്ലീലതയിൽ ഏർപ്പെടാൻ നാണമില്ലാത്ത വിധത്തിൽ മൃഗതുല്യരായി. പിന്നെ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചിട്ടില്ലെങ്കിലേ പുതുമുള്ളൂ. സാധാരണ ശിക്ഷയൊന്നുമല്ല അവർക്ക് കിട്ടിയത്, മണ്ണിൻ്റെ അടിയിൽ ആഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനത് ഒന്നുകൂടി അർത്ഥം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക, ശേഷം പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. ലൂത്തിനെ നമ്മൾ നിയോഗിച്ചു. ഇത് ഖാല ലി ഖൗമിഹി, എന്നിട്ട് അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു. ഇതൊക്കെ ദീർഘമായ കാലം എടുത്തുകൊണ്ടാണ്. കാരണം നശിപ്പിക്കപ്പെടുന്ന ഒരു ജനത്തിനെ ഇന്ന് പറയാ നാളെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ തെളിവ് പൂർത്തീകരിച്ചതിനു ശേഷം വർഷങ്ങൾ എടുത്തുകൊണ്ട് പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചതിനു ശേഷം ഇനി ഈ കെട്ട സാധനങ്ങളെ നന്നാക്കിയെടുക്കാൻ നിവർത്തിയില്ലെന്ന് വരുമ്പോഴാണ് അല്ലാഹു തആല അവരെ ശിക്ഷിക്കുക. അത് നമ്മൾ ഒരു തക്കാളി എടുത്താൽ അതിൻ്റെ കെട്ട ഭാഗം എന്താ ചെയ്യുക? ചെത്തിക്കളയും. അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ള ഇനിയും ബാധിക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടുപോയതിനെ അല്ലാഹു തആല ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം മുന്നോടിയായിക്കൊണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാമയെ നിയോഗിച്ചു. അദ്ദേഹം തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞ തഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ ഈ മ്ലേച്ഛ വൃത്തിയോട് അടുക്കുകയാണോ, മ്ലേച്ഛ വൃത്തിയിലേക്ക് പോവുകയാണോ, വരികയാണോ എന്നൊക്കെ അതിനർത്ഥം പറയാം. അഥവാ ആ വിഷയത്തിൽ നിങ്ങൾ വല്ലാത്ത താല്പര്യം കാണിക്കുന്നുവല്ലോ. മാ സബഖക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല, ബിഹ ആ വിഷയത്തിൽ, മിൻ അഹദിൻ ഒരാളും, മിനൽ ആലമീൻ ലോകരിൽ നിന്ന്, ജനതയിൽ നിന്ന്. ഇന്നക്കും ലതഅ്തൂന റിജാല ഷഹ്വ, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാപൂരണത്തിന്, നിങ്ങളുടെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന്, നിങ്ങളുടെ വികാരം ശമിപ്പിക്കുന്നതിന് പുരുഷന്മാരെ സമീപിക്കും. ഷഹ്വ എന്നതാണ് ശാരീരികമായ ഇച്ഛയും വികാരവും ഒക്കെ. മിൻ ദൂനി നിസാ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട്, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട്. ബൽ എന്ന് മാത്രവുമല്ല, അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട നിയമലംഘനം നടത്തുന്ന ദുർവ്യയക്കാരായ ജനങ്ങളാകുന്നു. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളുണ്ട്, മറ്റു അതിക്രമങ്ങളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ ദുർവ്യയക്കാരായ അതിരുവിട്ട ജനങ്ങളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സമുദായത്തിനും മനുഷ്യവർഗത്തിനാകമാനവും ദിശാബോധം നൽകി, സന്മാർഗബോധം നൽകി അനുഗ്രഹിക്കുമാറാവും. ഇത്തരം തിന്മകളിൽ നിന്ന്, സാമൂഹ്യ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് പരമാവധി ജീവിക്കുവാനുമുള്ള അറിവും കഴിവും ഈമാനും നൽകി നാഥ ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തുമാറാകണം. ഈ റമളാൻ മാസത്തിൽ നീ ഓരോ രാത്രിയും ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മുക്തി നൽകി മുക്തി രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമല്ലോ. അങ്ങനെ നരകമുക്തി രേഖപ്പെടുത്തപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ രക്ഷിതവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.